അവസരം വരുമ്പോഴേ അങ്ങോട്ട് തിരിയണം, എപ്പം തിരിയണം എന്നുള്ള ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനുള്ള ആ ഒരു മെസ്സേജ്, മുന്നറിയിപ്പ് നമുക്ക് ഉള്ളിൽ കിട്ടും. വണ്ടിക്കകത്തുള്ള ഈ പറഞ്ഞ നാവിഗേഷൻ ആപ്പ് പോലെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ഉള്ളിൽ കിട്ടണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വേണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 49ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 2ാമത്തെ യാചന അങ്ങയുടെ രാജ്യം വരണമേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം, ദൈവാത്മാവിൻ്റെ സ്വരം ഉള്ളിൽ കേട്ട് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് വരിക. നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കാൻ സാധിക്കുക? ഞാനെന്ന വ്യക്തി എൻ്റെ ഉള്ള് തുറന്ന് അതിന് തയ്യാറാകുമ്പോൾ മാത്രമേ എന്നെ തന്നെ ആ സ്വരത്താൽ, ദൈവത്തിൻ്റെ ഹിതത്താൽ നയിക്കപ്പെടാൻ ഞാൻ വിട്ടുകൊടുക്കും മാത്രമേ ഭരണത്തിൻ്റെ അനുഭവം, ഭരിക്കപ്പെടുന്ന അനുഭവം എനിക്ക് കടന്നു വരികയുള്ളൂ, കാണുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്വരം ഏറ്റവും അധികമായിട്ട് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ദൈവവചനത്തിലാണ്, വിശുദ്ധ ലിഖിതങ്ങളിലാണ് നമ്മൾ കണ്ടു. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ ഹിത അനുസരണം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അല്പം ശ്രദ്ധ ആവശ്യമുണ്ട്. പിശാചും സാത്താനും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ ഈശ്വരന്മാർ മുമ്പിൽ പരീക്ഷ അനുഭവം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പിശാചിൻ്റെ വചനങ്ങൾ അറിയാം. അവിടെ നമ്മൾ വചനം പഠിക്കുമ്പോൾ വെറുതെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടൊരു നല്ല ചുവടുവെപ്പ് തന്നെയാണ്. എങ്കിലും അതുകൊണ്ട് മാത്രമല്ല ആയില്ല. കാരണം വചനം സാത്താനും അറിയാം. സാത്താന് വചനം അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് വളച്ചൊടിച്ച് അവതരിപ്പിക്കാനും ഓതാനും പറയാനൊക്കെ നോക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 16ാമത്തെ അധ്യായത്തില് 13, 14, 15 തിരുവചനങ്ങളിൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്ന മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കും. അങ്ങനെ പറയുന്നതിന് കാരണം ഈശോ പറയാണ്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. പിതാവിനുള്ള കാര്യങ്ങൾ അതിന് ഈശോയ്ക്കുള്ളത്. അതിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. പിതാവിനുള്ള കാര്യങ്ങൾ പ്രവാചകന്മാരിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ്, വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നിരവധിയായ അവസരങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് നയിക്കാൻ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ പിതാവ് നിയോഗിച്ചിരിക്കുന്നതായിട്ട് പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധിയിലായിരിക്കണം നമ്മുടെ ഉള്ളം എന്ന് നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവിന് ചേർന്ന അവസ്ഥയിൽ നമ്മുടെ ഉള്ളത്തെ സൂക്ഷിച്ചുകൊണ്ട് വചനത്തിലോട്ട് ഉള്ളു ചേർത്ത് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയാൻ നോക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണം അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന സ്വരം നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുക. ഇതേക്കുറിച്ച് റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 12ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേകം നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. വിവേചിക്കുക, ഡിസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഉള്ളിൽ സാധിക്കുന്നു. അതിനുള്ള കൃപയാണ് വിവേചനം. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ആത്മാക്കളെ വിവേചിക്കണമെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലാണ് നമുക്ക് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയേണ്ടത്. വചനം വായിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനവും നമ്മുടെ മനസ്സിന് ഉള്ളത്തിലാണ് ചിന്തയായിട്ട് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്വരം വചനത്തിലൂടെയോ അല്ലാതെ നേരിട്ടുള്ള പ്രേരണയിലൂടെ നമുക്ക് കിട്ടണമെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ അനുവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ടതായിരിക്കണം, രൂപാന്തരപ്പെട്ടതായിരിക്കണം. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ.
എന്നാണ് റോമ 12:2 പറയുന്നത്. അതിന് മറുവശം പറയുക, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പൊ ഈ ലോകത്തിന്റെ അരൂപിയോട് ഉള്ളു ചേർത്ത് പോകുന്ന വ്യക്തികള് വചനം കേൾക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ഹിതം അനുസരിച്ച് ദൈവപിതാവിന്റെ ഹിതം മനസ്സിലാക്കാൻ പറ്റുകയില്ല. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. മനസ്സ് നവീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ ഹിതം വിവേചിക്കാൻ സാധിക്കുന്ന അവസ്ഥ. അപ്പോൾ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ സാധിക്കും. ഈ ഒരു പ്രക്രിയ നടക്കുന്ന നമ്മുടെ ആന്തരിക ജീവിതത്തിന്റെ മേഖല പറയുന്നതാണ് മനസ്സാക്ഷിയുടെ രൂപീകരണം. മനസ്സിന്റെ നവീകരണം വഴി മനസ്സിന് വിവേചിക്കാൻ ഉള്ള കൃപ തെളിഞ്ഞു വരുന്ന അനുഭവം, അതാണ് മനസ്സാക്ഷിയുടെ തലം. നമ്മളെല്ലാം ഉള്ളത്തിന് ദൈവം ആത്മീയമായ നയിക്കൽ നമ്മെ സഹായിക്കാൻ, വഴി തെറ്റാതിരിക്കാനായിട്ട് നൽകിയിരിക്കുന്നതാണ് മനസ്സാക്ഷി. യേശയ്യായുടെ പുസ്തകം 30-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ ജലവും ക്ലേശത്തിന്റെ അപ്പവും തന്നാലും നിന്റെ ഗുരു നിന്നെ മറിഞ്ഞിരിക്കുകയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിനെ പോവുക, അല്ലെങ്കിൽ ഇതല്ല വഴി, അതിനെ പോകരുത്. അപ്പൊ ഓരോ ചുവട് വെക്കുമ്പോഴും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ സ്വരം നമ്മുടെ ഉള്ളില് കേൾക്കാൻ സാധിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ പറയല്ലേ, യാത്ര പോകുമ്പോൾ വായിലാണ് വഴി. അറിയാൻ മേലാത്തൊരു വഴിക്ക് നമ്മൾ യാത്ര പോകുന്ന വണ്ടിയിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ചേരണം, ദൂരെയുള്ള സ്ഥലം വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഉദ്ദേശം വെച്ച് യാത്ര തിരിച്ചു. കുറച്ച് നമുക്ക് സംശയം ഇവിടെ തിരിയണമല്ലോ. അപ്പം നമ്മൾ പണ്ട് ചെയ്തിരുന്നത്, വണ്ടി എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് കവല നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, ഇന്ന സ്ഥലത്തോട്ട് പോകാൻ എവിടെയാണ് തിരിയേണ്ടത്, ഇവിടെയാണോ മുന്നോട്ടാണോ അങ്ങോട്ടാണോ? അപ്പോൾ അത് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരോ കടയിലുള്ള ആൾക്കാരോ വഴിയാത്ര അവർ പറഞ്ഞു തരും. അങ്ങനെ വഴി ചോദിച്ച് യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള, വായിലല്ലേ വഴി, ചോദിച്ച് പോകുന്നു. എന്നാൽ അങ്ങനെ ചോദിച്ച് പോകും പലപ്പോഴും നമുക്ക് അപകടം പറ്റിയിട്ടുമുണ്ട്. അപകടം എന്ന് വെച്ചാൽ വഴി തെറ്റിപ്പോകുന്ന അവസ്ഥ. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് വഴിയിൽ പോകുന്നതാണ് ചോദിക്കുമ്പം അവര് മറ്റു തിരക്കായിരിക്കും, മറ്റു വണ്ടി വഴിയെ പോകുന്നുണ്ടാവും, മറ്റാൾക്ക് സംസാരിക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് അവര് കേട്ടത് നമ്മൾ പറയുന്ന സ്ഥലം കൃത്യമായിട്ട് തിരിഞ്ഞെന്ന് വരികയില്ല. അവരൊരു വേറൊരു സ്ഥലത്തിന്റെ പേര് പോലെ അവർക്ക് തോന്നിയാൽ അവരങ്ങോട്ടുള്ള വഴിയായിരിക്കും പറയുന്നത്. ഇനി അവര് കേട്ടതും പറയുന്നത് ശരിയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വണ്ടി ഇരുന്നുകൊണ്ട് കേട്ടപ്പം നമുക്ക് ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാം. നേരെ അങ്ങ് പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ നമുക്ക് വേണം തെറ്റിപ്പോയെന്ന് വരാം. ചിലപ്പോൾ ഈ ആൾക്കാർ പലപ്പോഴും നമ്മൾ വഴി തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് വരാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ കവലതോറും വഴി ചോദിച്ചു പോകുമ്പോൾ തെറ്റിപ്പോകുന്ന അപകടങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അവരോട് ചോദിക്കുന്ന അവർക്ക് വഴി അറിയില്ലെങ്കിലും അറിയാവുന്ന മറ്റ് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് വഴി തെറ്റിച്ചെന്ന് വരാം. പക്ഷെ ഇന്ന് നമുക്കറിയാം, ഇങ്ങനെ വായിലല്ല വഴി, നമ്മുടെ വണ്ടിയിലാണ് വഴി, നമ്മുടെ മൊബൈൽ ഫോണിലാണ് വഴി. മൊബൈൽ ഫോണിൽ നാവിഗേഷൻ ആപ്പ് വെച്ചല്ല, വണ്ടിയിൽ തന്നെ അതുണ്ട്. അത് ആക്റ്റീവായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം അറിയാം എപ്പോൾ അവിടെ ചെല്ലും, എത്ര സമയം യാത്രയുണ്ട്. ഓരോ കവല തിരിയേണ്ട അവസരം വരുമ്പോഴും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വണ്ടിയുടെ സ്ക്രീനിൽ കൃത്യമായിട്ട് മുൻകൂട്ടി അറിയിപ്പ്, ഇത്ര മീറ്റർ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് ഇന്ന ആയിരിക്കും ചേർന്ന് പോവുക, അങ്ങനെ എല്ലാം കൃത്യം അറിയിപ്പ് തന്നതിനെ കൊണ്ടുപോകും. ഇനി എവിടെയെങ്കിലും ശകല വന്ന് അശ്രദ്ധ വന്ന് നമ്മളൊന്ന് തിരിയാൻ വിട്ടുപോയെങ്കിൽ ആ നാവിഗേഷൻ ആപ്പ് തന്നെ കാണിച്ചു തരും ഏറ്റവും അടുത്ത അവസരത്തിൽ എവിടെയാണ് തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകാവുന്നത്. അങ്ങനെ നമുക്ക് വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വണ്ടിക്കകത്ത് തന്നെ വഴിയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു കാര്യം, ഇങ്ങനെ വണ്ടി നാവിഗേഷനൊക്കെ ഇതുപോലെ നമ്മുടെ ഇന്നത്തെ ആധുനിക രീതികൾ തരുന്നതിന് മുമ്പ്, എത്രയോ നാൾ മുമ്പ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളത്തിൽ ദൈവം നമുക്ക് വഴി കാണിച്ചു തരാനുള്ള ഒരു ആപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സാക്ഷിയാണ്. അതാണ് നമ്മൾ പറഞ്ഞ യേശയ്യ 30:20 ക്ലേശത്തിന്റെ ജലവും കഷ്ടത്തിന്റെ അപ്പവും ഒക്കെ, എന്തുമാത്രം കഷ്ടപ്പാടും ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും അവിടുത്തെ സാന്നിധ്യം, നമ്മുടെ ഗുരു നമ്മളിന്ന് മറിഞ്ഞിരിക്കുകയില്ല. ഒരിക്കലും റേഞ്ച് പോവുകയല്ല. ദൈവത്തിന്റെ റേഞ്ച് നമുക്കായിരിക്കാൻ പറ്റും. ഏത് മോശം അനുഭവത്തിൽ കൂടെ കഷ്ടത സഹനോട് നമ്മൾ നീങ്ങിയാലും ഓരോ അവസരം വരുമ്പോഴേ അങ്ങോട്ട് തിരിയണം, എപ്പം തിരിയണം എന്നുള്ള, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനുള്ള ആ ഒരു മെസ്സേജ്, മുന്നറിയിപ്പ് നമുക്ക് ഉള്ളിൽ കിട്ടും.
വണ്ടിക്കകത്തുള്ള ഈ പറഞ്ഞ നാവിഗേഷൻ ആപ്പ് പോലെയാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ഉള്ളിൽ കിട്ടണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വേണം. വണ്ടിയിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒന്ന് വണ്ടിയിൽ ഈ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, അത് ഫങ്ഷനിങ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. രണ്ട്, ആ ആപ്പ് നൽകുന്നതായ മെസ്സേജുകൾ, അറിയിപ്പുകൾ തക്ക സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്ത് നീങ്ങണം. ഈ രണ്ട് കാര്യം ചെയ്യണം, എങ്കിലും നമുക്ക് ആ ആപ്പ് നമ്മളെ തെറ്റിക്കാതെ വഴി നടത്തുകയുള്ളൂ. നമുക്കറിയാമല്ലോ, നാവിഗേഷൻ വെച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ പോലും വാഹനങ്ങളിലൊക്കെ സെൻസറുകൾ പുറകിലും സൈഡിലും ഒക്കെ വെച്ചിട്ട് വണ്ടിക്കകത്ത് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് പുറകിലെങ്കിലും പുതിയ വണ്ടികളെല്ലാം ഉണ്ട്. വില കൂടിയ വണ്ടികൾക്ക് ചുറ്റും സെൻസറുകളുണ്ട്. അതിന് മെച്ചമെന്ന് വെച്ചാൽ വണ്ടി ബാക്കിലേക്ക് നമ്മൾ ഡ്രൈവർ എടുക്കുകയാണ്, പുറകിലെ സ്ഥലം കുറവാണ്, ഒരു 3 അടിയും കൂടെ പുറകോട്ട് എടുക്കാനുള്ള സ്ഥലമുള്ളൂവെങ്കിൽ വണ്ടി ബാക്കി എടുക്കുമ്പോഴേക്കും ഡ്രൈവർക്ക് മുൻപിൽ സ്ക്രീനിൽ ചില അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു സൗണ്ട് വരും, ബീപ് ബീപ് ബീപ്. അവിടെ അവർക്ക് മനസ്സിലാകും ഒരു 3 അടിയും കൂടെ ഇനി പുറകിലേക്ക് എടുക്കാൻ ഇടയുള്ളൂ. ആ സ്വരം കേട്ട് കഴിയുമ്പോഴും വണ്ടി കുറച്ചുകൂടെ ബാക്കി എടുത്തെങ്കിലും തിരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണെങ്കിൽ ഡ്രൈവർ കുറച്ചുകൂടെ വണ്ടി പുറത്തെടുക്കുകയാണ്. അപ്പോൾ ആ സൗണ്ടിൻ്റെ രീതി മാറും, ബീപ് 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 എന്നാകും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ശകലം കൂടെ പുറകോട്ട് എടുത്തെങ്കിലേ തിരിച്ചു പോകത്തുള്ളൂ, വണ്ടി തിരിക്കാനാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഡ്രൈവർ അല്പം കൂടെ ബാക്കിലോട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ ആ സൗണ്ടിൻ്റെ രീതി മാറും, ബീപ് 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 എന്ന് വെച്ചാൽ ഇനി ഒരടിയും കൂടെ ഉള്ളൂ, ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ഒരയും തട്ടും അപകടമാണ് എന്ന സൂചന. അപ്പം ഇങ്ങനെയുള്ള അറിയിപ്പ് ബൈക്കിൽ വണ്ടിയുടെ പുറകിൽ സെൻസറുകൾ കിട്ടുന്നു. അത് സൈഡിലും ഒക്കെ സെൻസർ വെച്ചിരിക്കുന്ന വില കൂടിയ വാഹനമുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ പോകുമ്പോൾ ടൗണുകളിലൊക്കെ വലിയ നഗരങ്ങളിലൊക്കെ പല ലെയറുള്ള വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇതിൻ്റെ സെൻസറുകൾ കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനെ കാണിച്ചു തരും. നമ്മുടെ വണ്ടിയുടെ പുറകിൽ എത്ര വണ്ടി വേറെ വരുന്നുണ്ട്, 2-3 നമുക്ക് മുമ്പിൽ പോകുന്ന വണ്ടികൾ കാണിക്കും. സൈഡ് ലൈനുകളിൽ പോകുന്ന വണ്ടികൾ, പാഞ്ച് സൈഡിൽ കൂടെ കയറി വരുന്ന വണ്ടികൾ, ഇതിൻ്റെ എല്ലാം സെൻസ് ചെയ്തിട്ട് അകത്ത് സ്ക്രീനിന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സേഫായുള്ള പാതയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ, നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാനുള്ള തോന്നൽ വരുമ്പോൾ തിരിയാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മുന്നറിയിപ്പ് കിട്ടും, ബീപ് ബീപ് ബീപ്. ആ ലൈനെ കൂടെ തൊട്ട് വണ്ടി പാഞ്ഞു വരുന്നുണ്ട്, ഇടിക്കും. വണ്ടിയിൽ ഇങ്ങനെ സെൻസറുകൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈവറെ സഹായിക്കാൻ വേണ്ടി, അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2 കാര്യമാണ് പറഞ്ഞ പോലെ, ഈ സെൻസറുകൾ വെൽ ഫങ്ഷനിങ് ആയിരിക്കണം, വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. ഡ്രൈവറെ സൂക്ഷിക്കണം. സെൻസർ പൊട്ടിയും പൊടിഞ്ഞും അല്ലെങ്കിൽ പറഞ്ഞ് ഞാന്ന് കിടക്കുന്നു, മണ്ണ് പതിച്ച് അടഞ്ഞിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ സെൻസർ വർക്ക് ചെയ്യാല്ല. അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാകും. 2, ഈ സെൻസർ തരുന്ന മുന്നറിയിപ്പ് ഡ്രൈവർ ശ്രദ്ധിക്കാതെ വെറുതെ വാചകം പിടിച്ച് വർത്തമാനം പറഞ്ഞിരുന്നാൽ അറിയിപ്പ് കേൾക്കുകയല്ല, അശ്രദ്ധമായിട്ട് തിരിച്ചു കഴിയുമ്പം വഴി തെറ്റുമല്ല, അപകടം ഉണ്ടാകും. അപ്പം 2 കാര്യം പ്രധാനപ്പെട്ടതാണ്. സെൻസറുകൾ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. 2, അത് നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അനുസരിക്കണം. അങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ വഴി തെറ്റാതെ അപകടം ഉണ്ടാകാതെ പോകാൻ പറ്റും. ഈ തമ്പുരാൻ വെച്ചിരിക്കുന്ന സെൻസർ നമ്മുടെ ഉള്ളിലുള്ള മനസ്സാക്ഷിയാണ്. 2 കാര്യം ഇവിടെ പ്രസക്തമാണ്. നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ അതിൻ്റെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥയിൽ സംരക്ഷിക്കണം. അതാണ് ഈ ലോകത്തിന് അനുകൂലമാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുക. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി നല്ല കൃത്യമായിട്ട് ദൈവസ്വരം, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഫങ്ഷനിങ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കും. 2-മത്തെ കാര്യം, മനസ്സാക്ഷിയിൽ അതെ അതെ അല്ലെങ്കിൽ അല്ല, ഇതിനെ തിരിയാം എന്നുള്ള പോസിറ്റീവ് സൈനോ അല്ലെങ്കിൽ അരുതോ എന്ന നെഗറ്റീവ് സൈനോ മനസ്സാക്ഷി തരുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അനുസരിക്കണം. അപ്പോൾ 2 കാര്യം ഇവിടെ പ്രസക്തമാണ്. മനസ്സാക്ഷിയെ കൃത്യമായിട്ട് രൂപീകരിക്കുക, 2 ഒന്നാമത്തേത്. 2-മത്തേത് മനസ്സാക്ഷിയുടെ സ്വരം വാണിങ് ശ്രദ്ധിച്ച് കൃത്യം അനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വഴി തെറ്റാതെ നയിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നയിക്കപ്പെട്ട് വഴി തെറ്റാതെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഭരണത്തിലായിരിക്കും, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന അവസ്ഥയിൽ കടക്കാനായിട്ട് പറ്റുക. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അങ്ങനെ നയിക്കപ്പെടുന്ന അനുഭവം എനിക്ക് വേണമേ, എന്നെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേശുവിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.